അമേരിക്കയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടാനും കുടുംബത്തോടൊപ്പം അവിടെ സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്ന പല ഇന്ത്യക്കാരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗ്രീൻ കാർഡ് സ്വന്തമാക്കുക എന്നത്. പ്രത്യേകിച്ച് IT, എഞ്ചിനീയറിംഗ്, റിസർച്ച് തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ വർഷങ്ങളായി ഗ്രീൻ കാർഡിന് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഇവരിൽ പലർക്കും ആശങ്കയുണ്ടാക്കുന്നതാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്കാർക്കായി ലഭ്യമായിരുന്ന EB-2 ഗ്രീൻ കാർഡ് കോട്ട ഇതിനകം തന്നെ തീർന്നിരിക്കുകയാണ്. അതേസമയം ഇതുവരെ താരതമ്യേന വേഗത്തിൽ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന EB-1 കാറ്റഗറിയും സെപ്റ്റംബർ 30 മുൻപ് തീർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നിലവിൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരെ എങ്ങനെ ബാധിക്കും? I-485 ഇതിനകം നൽകിയവർ എന്ത് ചെയ്യണം? ഇനി I-485 നൽകാൻ പോകുന്നവർ എന്താണ് ചെയ്യാനുള്ളത്? ഒക്ടോബർ 1 പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മാറുമോ എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം EB-1, EB-2 എന്താണെന്ന് മനസ്സിലാക്കാം. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ പല എംപ്ലോയ്മെന്റ് ബേസ്ഡ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് EB-1ഉം EB-2ഉം. EB-1 പ്രധാനമായും അസാധാരണ കഴിവുള്ള വ്യക്തികൾക്ക് നൽകുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രൊഫസേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ്, മൾട്ടിനാഷണൽ കമ്പനീസിലെ ചില എക്സിക്യൂട്ടീവ്സ് ആൻഡ് മാനേജേഴ്സ് തുടങ്ങിയവർക്കാണ് ഈ കാറ്റഗറി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതേസമയം EB-2 സാധാരണയായി അഡ്വാൻസ്ഡ് ഡിഗ്രി ഉള്ള പ്രൊഫഷണൽ അല്ലെങ്കിൽ എക്സെപ്ഷണൽ എബിലിറ്റി ഉള്ള ചില പ്രൊഫഷണൽ എന്നിവർക്കുള്ളതാണ്. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി IT പ്രൊഫഷണലുകളും മറ്റ് സ്കിൽഡ് വർക്കേഴ്സും EB-2, EB-3 കാറ്റഗറി വഴിയാണ് ഗ്രീൻ കാർഡിനായി ശ്രമിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ കേൾക്കുന്ന രണ്ട് പ്രധാന വാക്കുകളാണ് റെട്രോഗ്രേഷനും അൺഅവൈലബിളും എന്നത്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് റെട്രോഗ്രേഷൻ എന്ന് നോക്കാം. ഒരു ഗ്രീൻ കാർഡ് കാറ്റഗറിയിൽ ഡിമാൻഡ് കൂടുതലാകുമ്പോൾ പ്രയോറിറ്റി ഡേറ്റ് പിന്നിലേക്ക് പോകുന്നതിനെയാണ് സാധാരണയായി റെട്രോഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രീൻ കാർഡ് ലഭിക്കുന്ന പ്രക്രിയ കൂടുതൽ വൈകാം. എന്നാൽ കാറ്റഗറി പൂർണ്ണമായും അടച്ചുപൂട്ടിയെന്നല്ല ഇതിന്റെ അർത്ഥം. എന്നാൽ ഒരു കാറ്റഗറി അൺഅവൈലബിൾ എന്ന് പ്രഖ്യാപിച്ചാൽ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതായത് ആ സാമ്പത്തിക വർഷത്തിൽ ലഭ്യമായിരുന്ന വിസ നമ്പേഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനാൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് വരെ ആ കാറ്റഗറിയിൽ പുതിയ വിസ നമ്പർ ലഭിക്കാതെ വരാം. ഇതാണ് ഇപ്പോൾ ഇന്ത്യക്കാരുടെ EB-2 കാറ്റഗറിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ EB-2 വിസ അവൈലബിലിറ്റി ഇതിനകം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി EB-1ലും ഡിമാൻഡ് വളരെ കൂടുതലായതിനാൽ സെപ്റ്റംബർ 30 മുൻപ് കാറ്റഗറി അൺഅവൈലബിൾ ആകാനുള്ള സാധ്യതയാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ആരെയൊക്കെയാണ് ബാധിക്കുക? നമുക്ക് നോക്കാം. ഇത് എല്ലാവരെയും ഒരേ രീതിയിൽ ബാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിങ്ങളുടെ ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ ഏത് ഘട്ടത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ മാറ്റം സംഭവിക്കുന്നത്. ഇവിടെ പ്രധാനമായും 3 കാറ്റഗറി ഉണ്ട്. നമുക്ക് ഓരോന്നും ഒന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രയോറിറ്റി ഡേറ്റ് കറന്റ് ആണ്, പക്ഷേ I-485 നൽകിയിട്ടില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ് ഇപ്പോൾ കറന്റ് ആണ്, പക്ഷേ നിങ്ങൾ ഇതുവരെ I-485 അതായത് ആപ്ലിക്കേഷൻ ഫോർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ താമസിക്കാതെ നടപടികൾ പൂർത്തിയാക്കുന്നത് പ്രധാനമാണ്. കാരണം വിസ നമ്പർ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് I-485 ഫയൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടാതിരിക്കുകയാണ് ലക്ഷ്യം. EB-1 കാറ്റഗറി അൺഅവൈലബിൾ ആകുകയാണെങ്കിൽ പിന്നീട് പുതിയ വിസ നമ്പർ ലഭിക്കുന്നത് വരെ നിങ്ങളുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമുണ്ടായേക്കാം. അതുകൊണ്ട് പ്രയോറിറ്റി ഡേറ്റ് കറന്റ് ആയിട്ടുള്ളവർ സ്വന്തം കേസ് സ്റ്റേറ്റസ് കൃത്യമായി പരിശോധിക്കണം. രണ്ടാമത്തേത് I-485 ഇതിനകം പെൻഡിംഗ് ആയിട്ടുള്ളവരാണ്. ഇതാണ് പലർക്കും ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. നിങ്ങൾ ഇതിനകം I-485 ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിസ കാറ്റഗറി അൺഅവൈലബിൾ ആകുന്നത് കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യപ്പെടുന്നു എന്നതല്ല. USCIS നിങ്ങളുടെ കേസിന്റെ വിവിധ പ്രോസസ്സിംഗ് നടപടികൾ തുടരാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, മറ്റാവശ്യമായ പ്രോസസ്സിംഗ് എന്നിവ ഈ ഘട്ടത്തിൽ നടക്കും. എന്നാൽ ഗ്രീൻ കാർഡിന്റെ ഫൈനൽ അപ്രൂവൽ നൽകാൻ വിസ നമ്പർ ആവശ്യമാണ്. അതുകൊണ്ട് വിസ നമ്പർ ലഭ്യമല്ലാത്ത സമയത്ത് ഫൈനൽ അപ്രൂവൽ താൽക്കാലികമായി വൈകാൻ സാധ്യതയുണ്ട്. അതായത് അൺഅവൈലബിൾ എന്നത് നിങ്ങളുടെ മുഴുവൻ ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷനെയും റദ്ദാക്കി എന്നതല്ല അർത്ഥം. പുതിയ വിസ നമ്പേഴ്സ് ലഭിക്കുന്നത് വരെ ഫൈനൽ അപ്രൂവൽ വൈകാം എന്നതാണ് പ്രധാന കാരണം. EAD, അഡ്വാൻസ്ഡ് പരോൾ തുടങ്ങിയവയുള്ളവർക്ക് അവരുടെ വാലിഡിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള H-1B പോലെയുള്ള നോൺ ഇമിഗ്രന്റ് സ്റ്റേറ്റസ് സാധിക്കുന്നിടത്തോളം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക പ്രധാനമാണ്. മൂന്നാമത്തേത് പ്രയോറിറ്റി ഡേറ്റ് ഇനിയും വർഷങ്ങളോളം അകലെയുള്ള കാറ്റഗറിയാണ്. ചില ഇന്ത്യക്കാരുടെ പ്രയോറിറ്റി ഡേറ്റ് കറന്റ് ആകാൻ ഇനിയും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഇത് കാരണം ഉടൻ തന്നെ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്.
നിങ്ങളുടെ നിലവിലെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ H1B സ്റ്റേറ്റസിൽ ആണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷനുകളും മറ്റ് ഇമിഗ്രന്റ് നടപടികളും സമയത്ത് പൂർത്തിയാക്കണം. ഗ്രീൻ കാർഡ് പ്രോസസ് നടക്കുന്നു എന്ന കാരണത്താൽ മാത്രം നിലവിലുള്ള നോൺ ഇമിഗ്രന്റ് സ്റ്റേറ്റസ് അവഗണിക്കരുത്. അപ്രൂവ്ഡ് I-140 ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പ്രധാന ഇമിഗ്രേഷൻ ഡോക്യുമെന്റ് സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുക. EB-2 ഉള്ളവർ EB-3 ഡൗൺഗ്രേഡ് ചെയ്യണമോ? ഇത് പലരുടെയും പ്രധാന ചോദ്യമാണ്. EB-2 ബാക്ക്ലോഗ് കൂടുതലുള്ളപ്പോൾ ചില ആപ്ലിക്കൻസ് EB-3 ഡൗൺഗ്രേഡ് ഒരു ഇമിഗ്രന്റ് സ്ട്രാറ്റജിയായി പരിഗണിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് ഒരുപോലെ ഗുണകരമാകണമെന്നില്ല. പ്രയോറിറ്റി ഡേറ്റ്, അണ്ടർലൈനിങ് ജോബ്, എംപ്ലോയർ, PERM, I-140 തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത് പ്രായോഗികമാണോ എന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് മറ്റൊരാൾ ഡൗൺഗ്രേഡ് ചെയ്തു എന്ന കാരണത്താൽ മാത്രം അതേ വഴി സ്വീകരിക്കുന്നത് ശരിയല്ല. ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുടെ ഉപദേശം തേടിയ ശേഷം തീരുമാനിക്കുന്നതാണ് സുരക്ഷിതം. EB-1A മാറാൻ കഴിയുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. പലരും മറ്റൊരു സാധ്യതയായി EB-1A കുറിച്ച് ചിന്തിക്കാറുണ്ട്. EB-1A അസാധാരണ കഴിവുള്ള വ്യക്തികൾക്കുള്ള കാറ്റഗറിയാണ്. പക്ഷേ EB-1A എന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ മാറാൻ കഴിയുന്ന ഒരു കാറ്റഗറി അല്ല. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, അവാർഡ്, പബ്ലിക്കേഷൻ, മീഡിയ കവറേജ്, പ്രൊഫഷണൽ കോൺട്രിബ്യൂഷൻ, ജഡ്ജിംഗ് വർക്ക് തുടങ്ങിയ വിവിധ തെളിവുകൾ പരിശോധിച്ചാണ് എലിജിബിലിറ്റി വിലയിരുത്തുന്നത്. അതിനാൽ EB-2 ബാക്ക്ലോഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് EB-1A മാറാം എന്ന് എല്ലാവർക്കും പറയാനാകില്ല. നിങ്ങളുടെ പ്രൊഫൈൽ യഥാർത്ഥമാണെങ്കിൽ EB-1A ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വിദഗ്ധരുമായി പരിശോധിക്കണം. ഇനി ഒക്ടോബർ 1 എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ഉള്ളത്? നമുക്ക് നോക്കാം. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക വർഷം ഒക്ടോബർ 1 ആരംഭിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പുതിയ വിസ നമ്പറും ലഭ്യമാകും. അതുകൊണ്ട് ഇപ്പോൾ അൺഅവൈലബിൾ ആയിരിക്കുന്ന കാറ്റഗറികൾ വീണ്ടും വിസ അവൈലബിലിറ്റി കാണിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒക്ടോബർ 1 എത്തിയാൽ എല്ലാവർക്കും ഉടൻ ഗ്രീൻ കാർഡ് കിട്ടും എന്നല്ല. പുതിയ സാമ്പത്തിക വർഷത്തിലെ ഡിമാൻഡും അവൈലബിൾ വിസ നമ്പേഴ്സും ബാക്ക്ലോഗ് എന്നിവ പരിഗണിച്ചാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ കട്ട് ഓഫ് ഡേറ്റ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഒക്ടോബർ 1 ഒരു റീസെറ്റ് ആണ്. പക്ഷേ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ബാക്ക്ലോഗുകൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകില്ല. ഇപ്പോൾ ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്ന ഇന്ത്യക്കാർ ആദ്യം സ്വന്തം കേസ് ഏത് ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കണം. പ്രയോറിറ്റി ഡേറ്റ് കറന്റ് ആണെന്നും I-485 ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ലെന്നും ആണെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ താമസിക്കാതെ നടപടികൾ പൂർത്തിയാക്കുക. I-485 ഇതിനകം പെൻഡിംഗ് ആണെങ്കിൽ കാറ്റഗറി അൺഅവൈലബിൾ ആകുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ മുഴുവൻ ആപ്ലിക്കേഷനും റദ്ദായി എന്ന് കരുതേണ്ടതില്ല. അതേസമയം EAD, അഡ്വാൻസ്ഡ് പാരോൾ, H1B തുടങ്ങിയ നിങ്ങളുടെ നിലവിലെ ഇമിഗ്രേഷൻ ഡോക്യുമെന്റിന്റെ വാലിഡിറ്റി കൃത്യമായി പരിശോധിക്കുക. പ്രയോറിറ്റി ഡേറ്റ് ഇനിയും വർഷങ്ങൾ അകലെയാണെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ്, I-140, I-435, നിലവിലെ വിസ സ്റ്റേറ്റസ് എന്നിവ പരിശോധിച്ച് ആവശ്യമായാൽ പരിചയസമ്പന്നനായ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ ഉപദേശം തേടുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.